നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഇന്നത്ര സന്തോഷകരമായ ഒരു പ്രഭാതമല്ല. കൊല്ലത്ത് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു, നിരവധി ബോട്ടുകൾ കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഗോവയിലേക്ക് പോകുമ്പോൾ ഗോവയിലും നിശ ക്ലബ്ബിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു, 23 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി തന്നെ പോകാം. ആദ്യം നമുക്ക് നോക്കാം പ്രധാന വാർത്തകൾ. ഗോവയിൽ നിശ ക്ലബ്ബിൽ വൻ തീപിടുത്തം, 23 മരണം. അപകടം സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചവരിൽ വിനോദസഞ്ചാരികളും. അന്വേഷണം പ്രഖ്യാപിച്ച് ഗോവൻ സർക്കാർ. കൊല്ലം കുരീപ്പുഴയിൽ വൻ അഗ്നിബാധ. കായലിൽ കെട്ടിയിട്ട ബോട്ടുകൾക്ക് തീപിടിച്ചു, നിരവധി ബോട്ടുകൾ കത്തിനശിച്ചു. പരിശോധന നടത്തിയ അന്വേഷണ സംഘം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാൾ വിധി എഴുതുക 7 ജില്ലകൾ. വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ, പ്രതീക്ഷയിൽ മുന്നണികൾ. പ്രതിസന്ധിയായാതെ ഇൻഡിഗോ സർവീസുകൾ സാധാരണ നിലയിലാക്കാൻ ശ്രമം തുടരുന്നു. ദുരിതം നേരിട്ട യാത്രക്കാർ, വിമാനത്താവളങ്ങളിൽ പ്രതിഷേധം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര നേടി ഇന്ത്യ. ജയ്സ്വാളിന് ഏകദിനത്തിൽ കന്നി സെഞ്ചുറി. അർദ്ധ സെഞ്ചുറിയുമായി രോഹിത്തും കോഹ്ലിയും. 2020-ക്ക് മറ്റന്നാൾ തുടക്കം. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഗോവയിലേക്കാണ്. വടക്കൻ ഗോവയിലെ നിശ ക്ലബ്ബിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 23 പേർ മരിച്ചിരിക്കുകയാണ്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നുണ്ട്. അപകടത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതായാണ് ഗോവ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, വലിയ തരത്തിലുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. 23 പേർ മരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഗോവയിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം ഗോവയിൽ ഇതൊരു സീസണാണ്, പീക്ക് സീസൺ എന്ന് തന്നെ പറയാം. കാരണം ഡിസംബർ മാസത്തിൽ ഏതാണ്ട് 10 ലക്ഷം സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഗോവയിലെത്തിയത്. അത്തരത്തിലൊരു പീക്ക് സീസണിൽ ഒരു അപകടം ഇപ്പോൾ ഗോവയിൽ ഉണ്ടായിരിക്കുന്നു. അതും വലിയ അപകടം. 23 പേരാണ് മരിച്ചിരിക്കുന്നത്. വടക്കൻ ഗോവയിലാണ് അർപ്പോര വില്ലേജിലെ നിശ ക്ലബ്ബിൽ ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ബിർച്ച് ബൈ റൊമേരോ ലൈൻ ബാഗ ബീച്ചിനോട് ചേർന്നുള്ള ഒരു നിശ ക്ലബ്ബാണിത്. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. 23 പേരാണ് മരിച്ചത്. അതായത് ഇതിൽ മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ഹോട്ടൽ ജീവനക്കാരാണ് എന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാരണം അടുക്കള ഭാഗത്തു നിന്നാണ് ഇവരുടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ബേസ്മെന്റിൽ ജോലി ചെയ്തിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ മരിച്ചവരിൽ 3 സ്ത്രീകളുണ്ട്, വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നുണ്ട് എന്നുകൂടി പോലീസ് പറയുന്നു. 3 or 4 വിനോദസഞ്ചാരികൾ ഉൾപ്പെടുന്നുണ്ട്. ഇവരെ സ്റ്റെയർ കേസിന്റെ ഭാഗത്തു നിന്നാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. മാത്രവുമല്ല, ഗോവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നത്. പുലർച്ചയോടുകൂടി തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 23 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പരിശോധന നടന്നു വരികയാണ്. ഏതായാലും പ്രമോദ് സാവന്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹോട്ടലിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന പ്രതികരണമാണ് അദ്ദേഹം ഇവിടെ സന്ദർശിച്ച ശേഷം, അപകട സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. അതായത് സുരക്ഷാ ചട്ടങ്ങൾ, അഗ്നി സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചില്ല ഹോട്ടൽ എന്നാണ് പ്രാഥമിക നിഗമനം എന്ന പ്രതികരണമാണിപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഒപ്പം തന്നെ ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റിനെതിരെയും ഉടമകൾക്കെതിരെയും നടപടിയെടുക്കുമെന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ പോലും 23 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, നിലവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു സീസണാണ്. ആളുകൾ നിരവധി
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ ഗോവയിലേക്ക് എത്തുന്നതാണ്. ഗോവയുടെ പ്രധാന വരുമാന മാർഗം തന്നെ ടൂറിസമാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ഹോട്ടലുകളിലും ക്ലബ്ബുകളിലും നിശാ ക്ലബ്ബുകളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തും, സുരക്ഷാ പരിശോധന നടത്തും എന്ന പ്രതികരണമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. ഏതായാലും 23 പേർ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. കൂടുതൽ പേരും ഈ ഹോട്ടൽ ജീവനക്കാരാണ് എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഫയർഫോഴ്സിന്റെ ഒക്കെ തന്നെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. വിനോദസഞ്ചാരികൾ 4 പേർ 3-4 പേർ മരിച്ചു എന്ന് പറയുന്നു. അവർ എവിടെ നിന്നുള്ളവരാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും അവിടെ പ്രദേശത്ത് പരിശോധന നടക്കുകയാണ്. കൂടുതൽ പേർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പരിശോധന തുടർന്ന് വരികയാണ്. അനുശ്രീ, രാകേഷ്, ഈ ബാഗ ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ വിനോദസഞ്ചാരികളൊന്നും ഒരിക്കലും മിസ് ചെയ്യാത്ത അവരെല്ലാവരും വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ അവരെപ്പോഴും എത്തിച്ചേരുന്ന ഒരിടം കൂടിയാണ് ബാഗ ബീച്ച് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ എന്തുകൊണ്ട് നേരത്തെ ഒരു സുരക്ഷാ പരിശോധന നടന്നില്ല, സുരക്ഷാ ഓഡിറ്റ് നടന്നില്ല? ഇപ്പോൾ സർക്കാർ സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇത് നേരത്തെ നടത്തിയില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയല്ലേ? അതെ, അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ കൂടുതൽ വിശദീകരണം നൽകേണ്ടതുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നിരവധി സഞ്ചാരികൾ, അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശത്ത് നിന്നടക്കം തന്നെ നിരവധി സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് ഗോവ. ഗോവയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തൊരു കണക്കാണ് 2024 ഏതാണ്ട് ഡിസംബർ മാസത്തിൽ മാത്രം 10 ലക്ഷം സഞ്ചാരികളാണ് ഗോവയിലേക്ക് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ സഞ്ചാരികൾ എത്തുമ്പോൾ അവരുടെ വരുമാന മാർഗം, ഗോവയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ടൂറിസം ആകുമ്പോൾ അവർക്ക് സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിരവധി ആളുകൾ എത്തുന്ന ഹോട്ടലിന് ഇത്തരത്തിൽ പരിശോധന അല്ലെങ്കിൽ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി അക്കാര്യങ്ങൾ പരിശോധിക്കാൻ സർക്കാർ തയ്യാറായില്ല തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ 23 പേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വിശദീകരണം നൽകാൻ അധികൃതരും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ ബാധ്യസ്ഥരാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരം പ്രതികരണങ്ങളിലേക്ക് പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കടന്നിട്ടില്ല. ഇപ്പോൾ അവിടെ നിലവിൽ നടക്കുന്നത് രക്ഷാപ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പേർ, കാരണം ആ ഹോട്ടലിനകത്ത് നിശാ ക്ലബിനകത്ത് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയാണ് പരിശോധന നടക്കുന്നത്. മാത്രവുമല്ല പരിക്കേറ്റ ആളുകളുണ്ട്, അവരെയൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുശ്രീ, രാകേഷ്, വിനോദസഞ്ചാരികൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിനോദസഞ്ചാരികളൊക്കെ പലയിടങ്ങളിൽ നിന്ന് എത്തുന്നവരായിരിക്കും. അവരെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങളിലേക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ അത് വിദേശത്തുനിന്നുള്ള ആളുകളാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഒരു സ്ഥിരീകരണം ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. 23 മരണം സ്ഥിരീകരിച്ചു എന്ന് മാത്രമാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല അതിൽ മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ഹോട്ടലിലെ ജീവനക്കാരാണെന്ന് കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയും അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ബേസ്മെന്റിലാണ് തീപിടുത്തമുണ്ടായത്, ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. സ്വാഭാവികമായും നിശാ ക്ലബ്ബ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിരവധി തൊഴിലാളികളുണ്ടായിരുന്നു. സ്വാഭാവികമായും തൊഴിലാളികൾ തന്നെയാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. പക്ഷേ തീ ആളിപ്പടർന്നു. ഇതാണ് വിനോദസഞ്ചാരികൾ മരിക്കാൻ കാരണം എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നും സ്ഥിരീകരണമായി വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയത് അടുക്കളയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികളാണ് കൂടുതൽ പേർ മരിച്ചു എന്ന് പറയുന്നത്. 3 സ്ത്രീകൾ മരിച്ചിട്ടുണ്ട്. കൂടാതെ വിനോദസഞ്ചാരികളുടെ എണ്ണം കൃത്യമായി സർക്കാരോ അല്ലെങ്കിൽ അധികൃതരോ പറഞ്ഞിട്ടില്ല. മരിച്ചവരിൽ 3-4 പേർ വിനോദസഞ്ചാരികളാണ് എന്ന പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ അവരെവിടെ നിന്നുള്ള ആളുകളാണ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ വിശദീകരണം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അവരുടെ പേരുകൾ അല്ലെങ്കിൽ ഏത് നാട്ടുകാർ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വിശദീകരണം വരേണ്ടിയിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. അനുശ്രീ, രാകേഷ്, ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വിനോദസഞ്ചാര മേഖലകളിലൊക്കെ അടുത്തടുത്ത് പല കെട്ടിടങ്ങളും ഉണ്ടാവും. അങ്ങനെ മറ്റു കെട്ടിടങ്ങളിലേക്കൊക്കെ തീ ബാധിക്കുന്ന സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? തീ നിയന്ത്രണ വിധേയമാണ്. കാരണം പുലർച്ചയോടുകൂടിയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. കാരണം ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പനജിയിൽ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. അവിടെ നിന്നടക്കം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി. അതിനുശേഷം തീ അണച്ചിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമായി എന്ന് തന്നെയാണ് ഇപ്പോൾ
അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ആ കെട്ടിടത്തിനകത്ത് ഒരു തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി ഏതെങ്കിലും തരത്തിലെ ആളുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പരിശോധന നടക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് 23 പേർ മരിച്ചു എന്നാണ്. പക്ഷേ പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഔദ്യോഗികമായി സർക്കാർ തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആളുകളെയും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യങ്ങളിലൊക്കെ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എന്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടിയിരിക്കുന്നത്. ശരി, ഗോവയിൽ ബാഗ ബീച്ചിൽ പ്രവർത്തിക്കുന്ന ഒരു നിശാ ക്ലബ്ബിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നത്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് 23 പേർ മരണപ്പെട്ടിരിക്കുന്നത്. ഗോവ മുഖ്യമന്ത്രി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചതായാണ് അറിയിച്ചിരിക്കുന്നത്. ER രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ കൊല്ലം കുരീപ്പുഴയിലും ബോട്ടുകളിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. കുരീപ്പുഴ പള്ളിക്ക് സമീപത്തെ കായൽക്കരയിൽ കെട്ടിയിട്ടിരുന്ന 10 ബോട്ടുകളാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ബോട്ടുകളിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. എസ് വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാത്രി 2 മണിയായപ്പോൾ ഡാനി എന്ന് പറയുന്ന പെൺകുട്ടി, ഈ വീട്ടിലെ പെൺകുട്ടി നിലയം വിളിച്ച് ഓടി വരുമ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ 2 ബോട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ബോട്ടിന് അടുത്ത് കിടന്ന ബോട്ട് 8 എണ്ണത്തിന് ഞാനും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പൂട്ട് തല്ലി പൊട്ടിച്ച് രക്ഷപ്പെടുത്തി. ആ ബോട്ട് കിഴക്കേ സൈഡിൽ കിടക്കുന്നത് 9 ബോട്ടും ഓരോ ഫയർ വെള്ളമാണ് ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പത്തനാപുരം മുതൽ ശാസ്താംകോട്ട വരെയുള്ള ഫയർഫോഴ്സുകാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. താഴെ ഞാൻ വിളിച്ചു ചോദിച്ചു ഇവിടുത്തെ ആൾക്കാർ മേടെ നിൽക്കാന്നാ പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ മേടെ കയറി നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബോട്ടിനകത്ത് തീ പിടിക്കണം. താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഫുള്ള് തീ കത്തിക്കൊണ്ടിരിക്കുക. അത് തിരക്കിപ്പോഴാണ് പറയുന്നത് 10-12 ബോട്ട് ഉണ്ടായിരുന്നു. അതിൽ 6-5 അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോയി, ബാക്കി 10 അങ്ങോട്ട് കത്തിപ്പോയിരുന്നു. ഞാനിവിടെ ഇറങ്ങി വന്നിരിക്കുന്ന സമയത്ത് ഒരു സിലിണ്ടർ ഒറ്റയടിക്കാതെ പൊട്ടിപ്പോയി. അത് ഞങ്ങളുടെ മേലെ നോക്കിയപ്പോഴത്തേക്ക് മേലെ നല്ല തീ ഇങ്ങനെ റാവി കയറുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മേളിൽ കിടന്ന പിള്ളേരെ എടുത്തുകൊണ്ടാണ് ഞാൻ ഓടി അപ്പുറത്തെ വീട്ടിലുണ്ടാക്കിയിട്ട് താഴെ ഉണ്ടാക്കിയത്. വീണ്ടും ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുക. സിലിണ്ടർ അത് ഒന്നിനെ കൂടുതൽ പൊട്ടിക്കൊണ്ടിരിക്കുക. കൊച്ചു പിള്ളേരെ കാര്യങ്ങളെല്ലാം ഓരോ പെട്ടേ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി കയറുമെന്ന് അണക്കത്തില്ലായിരുന്നോ? ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി കയറുമെന്ന് അണക്കത്തില്ലായിരുന്നു. കൊല്ലം കുരീപ്പുഴയിലുണ്ടായ ബോട്ടപകടത്തിന്റെ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളും നാട്ടുകാരുടെ പ്രതികരണങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കേട്ടത്. കൂടുതൽ വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്? ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണോ? തീർച്ചയായും കുളച്ചൽ പൂവാർ സ്വദേശികളുടെ ബോട്ടുകളാണ് കത്തിനശിച്ചത്. പുലർച്ചെ 2:30യോടെയായിരുന്നു സംഭവം ഉണ്ടായത്. കൊല്ലം കുരീപ്പുഴയിലാണ്. അത് കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകളാണ്. ആദ്യം 2 ബോട്ടുകൾക്കായിരുന്നു തീ പിടിച്ചത്. പിന്നീട് തുടർന്ന് സമീപത്തായിട്ടുള്ള ബോട്ടുകളിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. അങ്ങനെ 9 ബോട്ടുകൾ പൂർണ്ണമായും അഗ്നിക്കിരയായിട്ടുണ്ട്. ഇതിൽ ഒരു ഫൈബർ ബോട്ടും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം 10 ബോട്ടുകളാണ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത്. ജില്ലയിൽ നിന്നും വിവിധ യൂണിറ്റുകൾ, ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ തീയണയ്ക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ അല്പം സമയം വേണ്ടി വന്നു. കാരണം അവിടേക്ക് എത്താൻ വലിയ ദുർഘടമായിരുന്നു. കാരണം ചെറുവള്ളങ്ങളിലൂടെയൊക്കെയാണ് ഫയർഫോഴ്സ് സംഘം ഈ സ്ഥലത്തേക്ക് എത്തിയതും അങ്ങനെ തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും ഇന്നൊരു പുലർച്ചെ 6 മണിയോട് കൂടി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിൽ പോലും എല്ലാ ബോട്ടുകളും പൂർണ്ണമായും അഗ്നിക്കിരയായി ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ തീ ആളിപ്പടർന്നപ്പോൾ തന്നെ സമീപത്ത്
കെട്ടിയിട്ടിരുന്ന മറ്റ് ബോട്ടുകൾ 8 ബോട്ടുകൾ ഈ ഫയർഫോഴ്സും മത്സ്യബന്ധന തൊഴിലാളികളെല്ലാം ചേർന്ന് കെട്ടഴിച്ചു വിടുകയും തള്ളി നീക്കുകയും ചെയ്തു. അതുകൊണ്ട് 8 ബോട്ടുകൾ തീ പടരാതെ മാറ്റാൻ സാധിച്ചു. അപ്പോൾ ഈ ട്രോളിംഗ് ബോട്ടുകളാണ് ട്രോളിംഗ് ബോട്ടുകൾ അല്ലാത്ത ബോട്ടുകളാണ് ഈ അഗ്നിക്കിരയായത്. ഈ പരമ്പരാഗതമായിട്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ ബോട്ടുകളാണ് അധികവും ഈ അഗ്നിക്കിരയായിരിക്കും. എന്തായാലും ലക്ഷങ്ങളുടെ നഷ്ടമാണ്. ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ഇപ്പോൾ വിലയിരുത്തി വരികയാണ്. വിനീഷ്, അതുപോലെ ഈ കായൽക്കരയിൽ കെട്ടിയിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടുത്തമുണ്ടായത്. കായൽക്കരയിൽ സ്വാഭാവികമായും നിരവധി ആളുകൾ താമസിക്കുന്ന ഒരിടം കൂടിയായിരിക്കും. അത് ജനങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിരുന്നോ? അത്തരത്തിലുള്ള ആശങ്കയ്ക്ക് വകയില്ല എങ്കിൽ പോലും ഈ കായൽക്കരയിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകളാണ്. പക്ഷെ സമീപത്തായിട്ട് വീടുകളുണ്ട്, മത്സ്യബന്ധന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. പക്ഷെ അവരാണ് ഇതാദ്യം കാണുന്നത്, തീ പടർന്ന വിവരം കാണുന്നത്, ഫയർഫോഴ്സ് വിവരം അറിയിക്കുന്നതെല്ലാം. പക്ഷെ ആദ്യം തന്നെ ഇവർ രക്ഷാപ്രവർത്തനം, അതായത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അതൊന്നും ഫലം കണ്ടില്ല. അങ്ങനെയാണ് ഫയർഫോഴ്സിലേക്ക് വിവരം എത്തുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് സംഭവ സ്ഥലത്തെത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം നടന്ന ഇടത്തേക്ക് അവർക്ക് എത്തിപ്പെടാൻ, ഫയർഫോഴ്സിന്റെ വലിയ വാഹനം എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ചെറുവള്ളങ്ങളിലായിട്ടൊക്കെ പോയിട്ടാണ് തീ അണച്ചത്. അത്രയും ഒരു താമസം വേണ്ടി വന്നു. അപ്പോൾ അധികം തീ ആളിപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. എന്തായാലും ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഭീകരമാണ്. മത്സ്യബന്ധന തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ ബോട്ടുകളാണ് കത്തിനച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ നവംബറിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇതുപോലെ 2 ബോട്ടുകൾ അഗ്നിക്കിരയായിരുന്നു. അത് പാചകവാതക സിലിണ്ടറിൽ നിന്നും തീ പടർന്നതാണ്. പക്ഷേ നിലവിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ ബോട്ടുകളിലെല്ലാം തന്നെ പാചകവാതക സിലിണ്ടറുകളുണ്ട്. ഇതും പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. അതും കൂടുതൽ ഭീകരത വർദ്ധിപ്പിക്കുന്നു. ഈ ദൃശ്യങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ഭീകരമാണ്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് വീണ്ടും ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കളക്ടറും അതുപോലെ പോലീസ് സംഘം എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അഞ്ചാലുമൂട് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. വിനീഷ്, ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമാണെങ്കിലും വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. വലിയ നഷ്ടമാണ്. മത്സ്യബന്ധന തൊഴിലാളികളുടെ ഏക ഉപജീവന മാർഗമാണ്. നമുക്കറിയാം, അവർ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ ഒരു മത്സ്യമേഖലയിൽ ജീവിച്ചു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു ഇടുക്കി പോലെ ഇങ്ങനെ ഒരു അവരുടെ ഉപജീവന മാർഗവും കൊണ്ട് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്രത്തോളം ഭീകരമാണ്. നമുക്കറിയാം, ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി ആൾക്കാരാണ് ഈ മത്സ്യബന്ധന തൊഴിൽ തേടിയൊക്കെ ഇപ്പോൾ നാട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ ഈ തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ വലിയ സാധ്യതകളൊക്കെ തുറന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നാശനഷ്ടം കൂടി അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ഇത് എങ്ങനെ തീ പടർന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി അന്വേഷിക്കേണ്ടത്. പോലീസ് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം വർഷങ്ങളായിട്ട് അവിടെ ഉപജീവന മാർഗം ഈ മത്സ്യബന്ധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്ത് ജീവൻ നടത്തുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീ പടരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാചകവാതക സിലിണ്ടറിൽ നിന്നും മറ്റോ തീ പടർന്നാണോ അതോ അല്ല മറ്റേതെങ്കിലും ആണോ എന്നുള്ളതിനെ കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ആളപായം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിനീഷ്, ഈ ബോട്ടുടമകൾ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ ബോട്ടിൽ നിരവധി ആളുകൾ കൂടി ജോലി ചെയ്യുന്ന ഒരു ബോട്ടുകൾ കൂടി ആയിരിക്കും കത്തി നശിച്ചിട്ടുണ്ടാവുക. അതൊക്കെ അവരെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? തീർച്ചയായും ബാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ആൾക്കാർ എത്തുന്ന ഇടം കൂടിയാണ്. കാരണം ഈ കുരീപ്പുഴ കായൽക്കരയിൽ നല്ല മത്സ്യസമ്പത്തുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ മനസ്സിലാക്കിയാണ് ഇവിടെ തൊഴിൽ തേടിയെത്തുന്നവരുടെ എണ്ണം കൂടുതലാണ്. തൊഴിൽ മേഖലയും വലുതാണ്. അപ്പോൾ ഈ ട്രോളിംഗ് ബോട്ടുകളല്ല ഇതൊന്നും. പരമ്പരാഗതമായിട്ട് ചെറുവള്ളങ്ങൾ അതുപോലെ തന്നെ പോയി മത്സ്യബന്ധനം ചൂണ്ടയിക്കിട്ട് മത്സ്യബന്ധനം നടത്തുന്ന ഒരു രീതി, അങ്ങനെ ഉപയോഗിക്കുന്ന ബോട്ടുകളാണ് അധികം. ഇതിൽ ഒരു ഫൈബർ ബോട്ടും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 10 ബോട്ടുകളാണ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സർക്കാർ ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്നുള്ള ആവശ്യങ്ങളെല്ലാം ഇവർ പറയുന്നുണ്ട്. ഇവരുടെ പ്രതികരണം അങ്ങനെയുണ്ട്. ഇപ്പോൾ എന്തായാലും കളക്ടറുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ട്. തുടർന്നുള്ള അന്വേഷണവും നടപടിക്രമങ്ങളും എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അല്പസമയം തന്നെ അറിയാൻ കഴിയും. ശരി, കൊല്ലം കുരിപ്പുഴയിലാണ് അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 10ഓളം ബോട്ടുകളാണ് കത്തി നശിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമായിരുന്ന 10 ബോട്ടുകളാണ് കത്തി നശിച്ചിരിക്കുന്നത്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇനി രാവിലെയിൽ നമ്മൾ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് 7 ജില്ലകളിൽ ഇന്ന് കൊട്ടിക്കലാശമാവുകയാണ്. വൈകിട്ട് 6 മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കും. റോഡ് ഷോകളും വാദ്യമേളങ്ങളുമായി കൊട്ടിക്കലാശം ആവേശമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. നാളെ നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഒരു മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇന്ന് 7 ജില്ലകളിൽ കൊട്ടിക്കലാശമാകുന്നത്. വൈകിട്ട് 6 മണിക്കായിരിക്കും പരസ്യപ്രചാരണം അവസാനിക്കുക. റോഡ് ഷോകളും വാദ്യമേളങ്ങളുമായി കൊട്ടിക്കലാശം ആവേശമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. ഇത്രയും ദിവസം പ്രചാരണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൊട്ടിക്കലാശം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ടി ജി സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഇന്ന് കൊട്ടിക്കലാശമാണ്, മുന്നണികൾ തയ്യാറെടുപ്പിലായിരിക്കുമല്ലേ? തീർച്ചയായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതിനിർണായകമാവുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മറ്റന്നാൾ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് വരികയാണ്. ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന രാഷ്ട്രീയം കടന്നു പോകുന്ന ഘട്ടങ്ങൾ, അതിൽ എല്ലാ അർത്ഥത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണ സെമി ഫൈനലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റേത് എന്നാണ് പറയാറ്. ഇത്തവണ അത് എല്ലാ അർത്ഥത്തിലും അത് തന്നെയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഈ ഡിസംബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലായിരിക്കും. ഒരു പക്ഷേ ഡിസംബറിൻ്റെ അവസാനങ്ങളിലോ ജനുവരിയുടെ ആദ്യമായിരിക്കും പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കുകയും മറ്റു ചടങ്ങുകൾ നടക്കുകയും ചെയ്തു. അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തു വരികയാണ്. ഇതോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം അതേപടി തന്നെ നിയമസഭയിലേക്കും പകരുന്നു എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തദ്ദേശ ഫലം അങ്ങേയറ്റം നിർണായകമാണ്. ആ ഒരു പ്രത്യേകത മുന്നണികളെല്ലാം ഏറ്റെടുത്തിരുന്നു. കോൺഗ്രസ് പതിവിന് വ്യത്യസ്തമായി ഇത്തവണ നേരത്തെ ഒരുങ്ങാൻ ശ്രമിച്ചു. ഇടതുമുന്നണി അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇത്തവണയും സജീവമാക്കി തന്നെ നിർത്തി. BJPയും നില മെച്ചപ്പെടുത്താനുള്ള വലിയ നീക്കങ്ങൾ നടത്തി. ഇങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ട രാഷ്ട്രീയ വിവാദങ്ങളുടെ എല്ലാം തുടർച്ച ഈ തദ്ദേശ ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ. ഇടതുപക്ഷം വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഇടങ്ങളിലെല്ലാം ഇനിയും ഇത്തവണയും അത് തുടരും. കാരണം ഏറ്റവും ഒടുവിലായി തുറപ്പുചീട്ടായി അവർ പുറത്തിറക്കിയ പെൻഷൻ വർധനവടക്കമുള്ള നീക്കങ്ങൾ, ആ തീരുമാനങ്ങൾ ഇത്തവണ പ്രതിഫലിക്കുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തദ്ദേശത്തിൽ എന്തു പറയുമെന്ന മറ്റൊരു ചോദ്യമുണ്ട്. വലിയൊരു വിമർശനം ഇത്തവണ രാഷ്ട്രീയമായി ഉയർന്നത് ശബരിമല സ്വർണ്ണമോഷണ വിവാദങ്ങളൊക്കെയാണ്. ഇത് സർക്കാരിനെതിരെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ അവസാന ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം വിവാദം കടന്നു വന്നതോടുകൂടി ചിത്രം മറ്റൊന്നായോ എന്ന ആശങ്ക UDF കേന്ദ്രങ്ങൾക്കുമുണ്ട്. ഇങ്ങനെ മാറി മറിയുന്ന പ്രചരണ വിഷയങ്ങൾ, നമ്മൾ പതിവായി പറയാറുള്ള പോലെ മാറി മറിയുന്ന പ്രചരണ വിഷയങ്ങൾ കണ്ടു. പക്ഷേ ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുക ഏതൊക്കെ വിഷയങ്ങളാണ്? തദ്ദേശമാണ്, പ്രാദേശിക സർക്കാരുകളെ നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കല്ലേ പ്രാമുഖ്യമെന്ന ചോദ്യമാണ്. പലപ്പോഴും വിഷയം മാറിപ്പോകുന്നു എന്ന പരാതി പോലും ഉയർന്നതാണ്. അനുശ്രീ, നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളെ പോലും പഴിചാരുന്ന ചിലരെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ അജണ്ടകളായത് എന്താ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരളം തേടുന്നത്. ഇന്ന് കൊട്ടിക്കലാശത്തിൻ്റെ ദിവസമാണ്. രാവിലെ മുതൽ തന്നെ ആ പ്രചരണത്തിൻ്റെ ഒരു ആവേശം നമുക്ക് പ്രകടമാവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോഡ് ഷോകളുമായി സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നും രാവിലെ മുതൽ ആ കാഴ്ചകളായിരിക്കും. റോഡ് ഷോകൾ ഉണ്ടാവും. അവസാനവട്ടം ഒന്നുകൂടി വോട്ടുറപ്പിക്കാനുള്ള തിരക്കുണ്ടാവും. വൈകിട്ടോടുകൂടി 6 മണി വരെയാണ് കൊട്ടിക്കലാശത്തിന് സമയം അനുവദിച്ചിരിക്കുന്നത്. അതായത് 6 മണിക്ക് ശേഷം പരസ്യ പ്രചരണം പാടില്ല. നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ പൂർണ്ണമായും കേരളം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു ദിവസം കൂടിയായി ഇന്നത്തെ ദിവസം മാറുകയാണ്. ഏറ്റവും ആവേശത്തേക്ക് ഇന്നത്തെ ഒരു പകൽ ദിനം ആവേശം അതിൻ്റെ കൊടുമ്പിരിയിലേക്ക് എത്തുമെന്ന പ്രത്യേകതയും കൂടിയുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന ഒരു വലിയ കാത്തിരിപ്പ് കൂടിയാണുള്ളത്. അതുകൊണ്ട് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുന്ന ദിവസം കൂടിയായി മാറുന്നു എന്നതാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് നടക്കുന്നത്. അവശേഷിക്കുന്ന 7 ജില്ലകളിൽ 11-നാണ് വോട്ടെടുപ്പ് നടക്കുക. അതായത് ഒരു ദിവസത്തിന് ശേഷം. അപ്പോൾ ഇതിനുശേഷം 13-ന് ജനവിധി പറയുകയാണ്. അപ്പോൾ വോട്ടെണ്ണൽ നടക്കുകയാണ്. അപ്പോൾ ഈ തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇത്തവണ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു വാർഡ് കൂടുതൽ മാറിയാണ് വന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായും ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ മണ്ഡലത്തിൻ്റെ വാർഡുകളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആദ്യഘട്ടങ്ങളിൽ ചില ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പിന്നീട് സുഗമമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട്
പോയി. എന്തായാലും മുന്നണികളുടെ പ്രതീക്ഷകൾക്കൊപ്പം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, ജനങ്ങൾ എന്തൊക്കെ വിഷയങ്ങളാണ് ഏറ്റെടുത്തത്, മുന്നണികളുടെ അവകാശവാദങ്ങൾക്കൊപ്പം അവരെങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ വലിയ ചോദ്യങ്ങളുണ്ട്. രാഷ്ട്രീയപരമായി ഏറെ പ്രത്യേകതയുള്ള ഇടങ്ങളുണ്ട്. നമുക്ക് ചില തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി പരാമർശിച്ച് പോകാം. തിരുവനന്തപുരത്തേക്ക് നോക്കുക. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിരിക്കും, കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഒരുപക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമാവുന്ന കേരളത്തിലെ പോരാട്ടങ്ങളിലൊന്ന്. കാരണം BJP ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുമെന്ന് അവരുടെ അവകാശവാദമുണ്ട്. ഇതിനെ തടയിടാൻ നേരത്തെ ഒരുങ്ങിയ കോൺഗ്രസിൻ്റെ തന്ത്രമുണ്ട്. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമോ, അതല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നത് പോലെ കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നേടുമോ എന്ന വലിയ ചോദ്യമുണ്ട്. അതിനുമപ്പുറം ഇടതുപക്ഷം തന്നെ ഇത്തവണയും തുടരുമോ തങ്ങളുടെ അധീശത്വം? കഴിഞ്ഞ 30 വർഷത്തിലധികമായി തുടരുന്ന അവരുടെ അധീശത്വം കോർപ്പറേഷൻ ഇത്തവണയും തുടരുമോ എന്ന വളരെ പ്രസക്തമായ ചോദ്യം തിരുവനന്തപുരത്ത് നിന്നും ഉയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൊച്ചി കോർപ്പറേഷനിലും ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലുമൊക്കെ സമാനമായ രീതിയിലുള്ള മത്സരമാണ്. അവിടെ BJP ആണ് ശക്തി തെളിയിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുന്നത്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് പൊതുവിൽ മധ്യകേരളം എന്നതാണ് പറയപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും കണ്ടത് അങ്ങനെയല്ല. എറണാകുളം കോർപ്പറേഷനിലേക്ക് കോൺഗ്രസിന് തിരിച്ചു വരാൻ, UDFന് തിരിച്ചു വരാനുള്ള അവരുടെ വലിയ നീക്കങ്ങളുണ്ട്. അടുത്ത് പ്രതിഫലിക്കുമോ, തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും, അങ്ങനെ വലിയ ചോദ്യങ്ങളുണ്ട്. എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പൊതുവായ പ്രകടനമാവുക ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് ഫലങ്ങളിലായിരിക്കും. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തുകളിലും വലിയ അധീശത്വം, വലിയ മേധാവിത്വം LDFനും ഇടതുമുന്നണിക്കുണ്ടായിരുന്നു. ഇത്തവണ അതിലേക്ക് തിരികെ വരാൻ UDFന് എത്ര കണ്ട് കഴിയുമെന്നതാണ്. ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് ഫലങ്ങളാവാം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ ദിശാസൂചികയായി മാറുക. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തുകളും പിടിച്ചെടുക്കാനുള്ള വലിയ ശാക്തിക ചേരി ബലമാണ് നടക്കുന്നത്. എന്തായാലും ഇന്ന് പകൽ ദിനം നമുക്ക് പ്രതീക്ഷിക്കാനാവുന്ന കാഴ്ചകൾ അനുശ്രീ വലിയ ആവേശ കാഴ്ചകളാണ്. സംസ്ഥാനത്ത് ഉടനീളം കൊട്ടിക്കലാശത്തിൻ്റെ വലിയ ആവേശ കാഴ്ചകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ഇന്ന് കൊട്ടിക്കലാശമാണ്. സജിത്ത് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കൊക്കെ ഇടയിൽ എന്തായിരിക്കും കേരളത്തിന്റെ ജനവിധി എന്ന കാത്തിരിപ്പിലാണ് എല്ലാവരും. TG സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അടിമാലിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനും ആളുകൾക്ക് പൊതുസുരക്ഷയുടെ കാര്യത്തിൽ ആത്മവിശ്വാസം നൽകുന്നതിനുമായിട്ടാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് ടൗൺ ചുറ്റി സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. ഇടുക്കി DYSP രാജൻ K അരമന അടിമാലിയിൽ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുണ്ടെങ്കിലും ഇടുക്കിയിൽ പലയിടത്തും കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇന്ന് ഞായറാഴ്ച, അതിനാൽ ടൗണുകളിൽ ജനങ്ങൾ കുറവാണ്. അതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ തന്നെ കൊട്ടിക്കലാശം നടത്തി. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് പരസ്യപ്രചരണം അവസാനിക്കുന്നത്. എന്നാൽ ഇടുക്കിയിൽ പലയിടത്തും ഒരു ദിവസം മുൻപേ കൊട്ടിക്കലാശം നടത്തി. ഇന്ന് ഞായറാഴ്ചയായതിനാൽ മിക്കവാറും കച്ചവട സ്ഥാപനങ്ങൾ അവധിയാണ്. ടൗണിൽ അധികം ആളുകൾ ഉണ്ടാവില്ല. അതിനാൽ തിരക്കേറിയ ശനിയാഴ്ച കൊട്ടിക്കലാശത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. കട്ടപ്പനയിൽ LDFന്റെയും NDAയുടെയും പ്രവർത്തകരും പ്രചാരണ വാഹനങ്ങളും നിരന്നപ്പോൾ ആവേശം അണപൊട്ടി. ഇന്നാണ് UDFന്റെ കൊട്ടിക്കലാശം. ന്യൂസ് 18 ഇടുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലെ വോട്ടർമാർക്ക് പറയാനുള്ളത് റോഡ് വികസനവും നഗരത്തിന്റെ ആധുനികവൽക്കരണവും തന്നെയാണ്. വോട്ടർമാരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇപ്പോൾ എലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ നടപ്പാതയും കൈവരിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ കോർപ്പറേഷൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പഴയ മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തും കൂടിച്ചേർന്നതാണ് ഇപ്പോൾ കോർപ്പറേഷൻ. ഇതിൻ്റെ ഉള്ളിൽ ഈ 6 സോണിലും ഒരു കോർപ്പറേഷൻ്റെ റോഡും ചെറിയ വാഹനങ്ങൾക്ക് ഓടാൻ കഴിയാത്ത അത്രയും അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കടന്നപ്പള്ളി, നമ്മുടെ MLA കടന്നപ്പള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ മന്ത്രി, നമുക്കൊരു ഓട്ടോറിക്ഷക്ക് ഹൈടെക് സ്റ്റാൻഡാക്കാൻ വേണ്ടി പഴയ ബസ് സ്റ്റാൻഡിൽ
ഹൈടെക് സ്റ്റാൻഡാക്കാൻ വേണ്ടി 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അത് MLAയുടെ പേര് വരും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതൊന്നും നോക്കാതെ അത് ലാപ്സാക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പാറക്കണ്ടി നമ്മുടെ ബീവറേജിൻ്റെ റോഡ്, അത് MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടും ഇവർ അതും ലാപ്സാക്കുകയാണ് ഉണ്ടായത്. അതുപോലെ ഇപ്പം ഒണ്ടേൻ റോഡിലൂടെ പോകാൻ കഴിയാത്ത വർഷങ്ങളായി. പഴയ മുനിസിപ്പാലിറ്റിയിലും കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം പോകുന്നത്. പഴയ മുനിസിപ്പാലിറ്റിയും ഇതിലും നല്ലതാണ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഈ UDF 6 വർഷമായി ഭരിക്കുന്നത്, എന്നാൽ ഒരു വികസനവും ഇവിടെ ഇല്ല. വളരെ മോശം. ഈ കോർപ്പറേഷൻ്റെ ഇതിൽ കേരളത്തിലെ ഏറ്റവും മോശം കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. മര്യാദയ്ക്ക് ഒരു പെണ്ണുങ്ങൾക്ക് പോലും ഈ ടൗൺ ഏരിയ പറയുന്ന കോർപ്പറേഷനിൽ മൂത്രപ്പുര പോലും ഇല്ല. ഇപ്പോൾ ഇലവേറ്റഡ് ഹൈവേ അല്ല കാർ പാർക്കിംഗ് എന്നെല്ലാം പറഞ്ഞ് അത് ആരാണ് ഉപയോഗിക്കുന്നതെന്ന് തന്നെ തിരിഞ്ഞ് 2 പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത്, പ്രത്യേകിച്ചിട്ട് പെഡസ്ട്രിയൻ ഫുട്പാത്ത് ഇപ്പോൾ റെയിലിങ്സ് ആക്കിന്. പക്ഷേ ഈസ്റ്റേൺ സൈഡ് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് പ്രസ് ക്ലബ് റോഡ് വരെയെല്ലാം ഉള്ള ഫുട്പാത്തിൻ്റെ മുകളിൽ എൻക്രോച്ച്മെൻറ്റ്സ്, ഡ്രെയിനേജിൻ്റെ മുകളിൽ രാജീവ് ഗാന്ധി റോഡിലെ എൻക്രോച്ച്മെൻറ്റ്സ്, റോഡിൽ എൻക്രോച്ച്മെൻറ്റ്സ്, ശ്മശാനത്തിൽ ചില മഴയത്ത് ചിരട്ട പോലും ഇല്ലാണ്ട് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരുന്ന ഇപ്പം പ്രാകൃതമായി. എൻ്റെ 3-ാമത്തെ ദിവസം കുഴിയെടുക്കാൻ പോകുമ്പോൾ അവിടെ നായ്ക്കളെല്ലാം ഈ എല്ലാം ഇതെടുക്കുന്ന ദയനീയ രംഗം. ഡെവലപ്മെൻറ്റ് ഒട്ടുമില്ലാത്ത ഇതന്നെ ഇപ്പം ഈ നിൽക്കുന്ന മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഈ 12 മീറ്റർ റോഡ് എടുക്കാനും 16 മീറ്റർ അപ്പുറം റോഡ് എടുക്കാനും വന്ന് തളാപ്പ് അമ്പലത്തിൻ്റെ സൈഡും ഈ കാവിൻ്റെ സൈഡും വീടുകളും പോന്ന പോലും പ്ലാൻസിൽ പോലും ഇതാക്കി ജനങ്ങളെ സമരം കൊണ്ട് മാത്രമാണ് അവർ പിൻവാങ്ങിയത്. ഗസറ്റിൽ വരുത്തിയതാണ് സമരം ചെയ്ത് പിൻവാങ്ങിയത്. വിഷൻലെസ് ഇത് കണ്ണൂരിൽ ഈ ഉള്ള വികസനത്തിൽ ഒതുങ്ങേണ്ടതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് വികസനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം തന്നെ കണ്ണൂരിലെ പൊതുജന താല്പര്യാർത്ഥമുള്ള പലതുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഉദാഹരണം, വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരുപാട് കാര്യങ്ങൾ, ഒട്ടേറെ പദ്ധതികൾ കോർപ്പറേഷൻ അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം ഞാൻ പറയാം, നമുക്ക് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വഴിയോര ഫെൻസിങ്ങുകൾ, അതുപോലെ തന്നെ ചുമർ ചിത്രങ്ങൾ, റോഡിൻ്റെ കാര്യത്തിലാണ് കുറച്ചുകൂടി പുരോഗമിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും കാലാവസ്ഥകൾ അനുകൂലമായും എതിർത്തത് കൊണ്ട് പലപ്പോഴും ഉദാഹരണം നമ്മുടെ നാട്ടിൽ പോലും താവക്കര പോലുള്ള സ്ഥലങ്ങളിൽ നടക്കേണ്ട റോഡുകളൊക്കെ മഴ കാരണം അത് മോശമാവുകയും അതുപോലെ തന്നെ വർക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ പറയുകയെന്ന് വെച്ചാൽ പല എതിർപ്പുകളുള്ള വികസനങ്ങളും അത് പൂർത്തിയാക്കാനുള്ള ഒരു വ്യക്തത തത്രപ്പാടിലാണ് കോർപ്പറേഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിൻ്റെ വികസനം എന്ന് പറയുന്നത് നമ്മളെ കാഴ്ചപ്പാടിൽ ഇതുമാത്രം പോരാ. വളർന്നു വരുന്ന ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളെ റോഡിൻ്റെ വികസനങ്ങളായാലും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വന്ന് ഒരു ടൗണിലേക്ക് എത്തിപ്പെട്ടാൽ, കോർപ്പറേഷൻ എത്തിപ്പെട്ടാൽ നമുക്ക് ഒരു പറയേണ്ടത് ബാത്റൂം ഫെസിലിറ്റീസ് വന്നു കഴിഞ്ഞാൽ ഒരു പബ്ലിക്കിൽ ടോയ്ലറ്റിൻ്റെ ഒരു വളരെയധികം കുറവുകളുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒരു ഫാമിലി ആയിട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ, ഒരു സൂപ്പർ മാർക്കറ്റും അവിടെ വന്നു കഴിഞ്ഞാൽ, പിന്നെ പാർക്കിങ്ങിൻ്റെ ഒരു അപര്യാപ്തത നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം കോർപ്പറേഷനിൽ ഇനിയിപ്പം വരുന്ന ഒരു ഈ ഇലക്ഷൻ കഴിഞ്ഞ് വരുന്ന ഒരു പുതിയ ഭരണസമിതി ഒക്കെ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല വിധത്തിൽ പല പരിപാടികളും ആസൂത്രണം ചെയ്ത ഒരു കോർപ്പറേഷൻ തന്നെയാണ്. എന്നിരുന്നാലും പരസ്പരം കുറ്റങ്ങൾ പറയാതെ ജനങ്ങൾക്ക് വേണ്ടി വരുന്ന ഭരണസമിതി കുറച്ചും കൂടി ഉത്സാഹത്തോടു കൂടി ഇതിനെ കൊണ്ടുപോയാൽ കേരളത്തിൽ തന്നെ നമ്പർ 1 കോർപ്പറേഷനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ജനങ്ങളും കൂടിയാണ് ഈ കണ്ണൂരിലുള്ളത്. കോർപ്പറേഷൻ കൂടുതലും കൂടി മെച്ചപ്പെടണം. ഒരു മെട്രോ സിറ്റി ആ നിലവിലേക്ക് കോർപ്പറേഷൻ വളർന്നു വരണം. അപ്പോൾ ഒരു മെട്രോ സിറ്റി എന്നെല്ലാം ആലോചിക്കുമ്പോൾ നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു വികസന സാധ്യത എന്ന് പറഞ്ഞാൽ പല ആളുകളും ഇവിടെ എത്തി ഈ നാടുമായിട്ട് മിങ്കിൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വ്യവസായം വളരണം, അതുപോലെ ടൂറിസം വളരണം. ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ ഹോസ്പിറ്റാലിറ്റിയാണ് കൂട്ടി വരേണ്ടത്. കാരണം നമ്മളെ ഒരു നാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുമ്പോഴും അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരോടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് ഒരു
കോർപ്പറേഷൻ്റെ ലെവലിലേക്ക് വളരേണ്ട ആവശ്യം എന്താണ് മെട്രോ സിറ്റി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോർപ്പറേഷൻ വേണ്ടത്ര വിജയിച്ചതായിട്ട് കാണുന്നില്ല. അങ്ങനത്തെ ഒരു പ്ലാനിങ് പിന്നെ പല ഫണ്ടുകളും ഒരു ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് കണ്ണൂരിൽ വേണ്ടത്. ഇപ്പം കൊച്ചിയിൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി വന്നതിന് ശേഷമാണ് കൊച്ചി ഡെവലപ്മെൻ്റ് ആയത്. കോഴിക്കോട് വന്നത് അങ്ങനെയാണ്. അത് തിരുവനന്തപുരവും ഈ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. കണ്ണൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി വന്നു കഴിഞ്ഞാൽ ഫണ്ടുകളൊക്കെ ക്രോഡീകരിക്കപ്പെടും. ഒരു ജില്ലയിലെ മൊത്തത്തിലൊരു വികസനത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാന് തയ്യാറാക്കി വേണം പ്രവർത്തിക്കാൻ. ഇപ്പം MLA കൊണ്ടുവരുന്ന പദ്ധതികളെ എതിർവശം അതിന് പല കാര്യങ്ങളും തടസ്സപ്പെടുത്തുക. അതേപോലെ കോർപ്പറേഷൻ കൊണ്ടുവരുന്ന പദ്ധതികളെ മറ്റ് അതിൻ്റെ എതിർവശങ്ങൾ തടസ്സപ്പെടുത്തി ഈ വികസനമില്ലാതെ ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. അപ്പോൾ കണ്ണൂരിൻ്റെ ജനങ്ങളെ ആവശ്യം എല്ലാവരും ഒത്തുചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു വികസനത്തിൽ രാഷ്ട്രീയം ഇല്ലാത്ത തരത്തിൽ ഒരു വളരുക വേണ്ടത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് വന്നാൽ സൗഹൃദത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. രാഷ്ട്രീയത്തിന്റെ പേരിൽ മിത്രങ്ങൾ ശത്രുക്കളാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ ഇടുക്കി കട്ടപ്പനയിൽ നരിയമ്പാറ വാർഡിൽ ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് ഇത് സൗഹൃദ മത്സരമാണ്. കട്ടപ്പന നഗരസഭ നരിയമ്പാറ വാർഡിൽ UDF സ്ഥാനാർത്ഥി മനോജ് മുരളി, LDF സ്ഥാനാർത്ഥി സാബു. ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ, സഹപാഠികൾ. രണ്ടുപേരും കണ്ടുമുട്ടിയത് ഇവരുടെ അധ്യാപകനായ CK ജേക്കബ് സാറിന്റെ വീട്ടിൽ വെച്ച്. ഇരുവരും സാറിന്റെ പ്രിയ ശിഷ്യർ. അതുകൊണ്ട് തന്നെ അനുഗ്രഹവും ഒരുമിച്ച്. ഇവര് തമ്മിലൊരു ശത്രുതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല വളരെ സാഹോദര്യ ബുദ്ധിയ മത്സരമാണ്. ഒരു പ്രശ്നമൊന്നുമില്ല, യാതൊരു അഭിപ്രായ വ്യത്യാസമോ അങ്ങനെയൊന്നുമില്ല. കാരണം ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ അലുമിനി നേതാക്കളാണ്. മനോജ് മുരളി നിലവിൽ നഗരസഭാ കൗൺസിലറാണ്. സാബുവിന് ഇത് കന്നിയംഗം. തിരഞ്ഞെടുപ്പ് പോരാട്ടം സൗഹൃദത്തിന് ഒരു പോറലും ഏൽപ്പിക്കില്ലെന്ന് ഇരുവർക്കും ഉറപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും സൗഹാർദ്ദപരമായ ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. ഇത് കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ഇപ്പോഴും പടക്കടയിൽ കാണുന്നുണ്ട്. ഞങ്ങളുടെ പരസ്പരം ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ കുറച്ചുകൂടെ ബന്ധത്തിൽ ഊഷ്മളത വരുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാബുവിൻ്റെ രാഷ്ട്രീയ ചിന്താഗതി എന്നും വ്യത്യസ്തമായിരുന്നു. ആ വ്യത്യാസവും അഭിപ്രായവും വ്യത്യാസങ്ങളും ഒന്നുമില്ലാതെ ലൈബ്രറി ഭാരവാഹികൾ എന്ന നിലയിലും പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഭാരവാഹികൾ എന്ന നിലയിലും ഞങ്ങൾക്ക് യോജിച്ച് എങ്ങനെയോ പോകാൻ പറ്റി. ആ പോകുന്ന പോക്ക് ഇപ്പോഴും തുടരുന്നു. മിക്കവാറും എല്ലാ ദിവസവും ഓരോ ദിവസത്തെ ഇലക്ഷൻ വർക്ക് പ്രവർത്തനങ്ങൾ എന്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാറുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള വെല്ലുവിളികൾക്കല്ല, ഈ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ള വേദി കൂടിയാണ്. ന്യൂസ് 18 ഇടുക്കി. UDFിലെ മുതിർന്ന നേതാക്കളായ K മുരളീധരൻ, MK മുനീർ തുടങ്ങിയവരുടെ വാർഡായ കോഴിക്കോട് കോർപ്പറേഷനിലെ ചക്കരോത്ത് കുളത്ത് കഴിഞ്ഞ തവണ മുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ ഡിവിഷൻ തിരിച്ചുപിടിക്കാനായി UDF മത്സരത്തിനിറക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ M ഷിബുവിനെയാണ്. ഫാഷൻ ഡിസൈനറും വ്യവസായ സംരംഭകനുമായ ഷിബു ഡിവിഷൻ തിരിച്ചുപിടിക്കാമെന്ന ശുഭപ്രതീക്ഷയിലുമാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ ചക്കരോത്തുകുളം ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ M ഷിബു ആണ്. ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ? നിലവിൽ കൈവിട്ടുപോയ ഒരു വാർഡാണ് ഇത്. അതെ, നിലവിൽ 3ാം സ്ഥാനത്തുള്ള വാർഡാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ പ്രാവശ്യം അത് 1ാം സ്ഥാനത്തായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രതീക്ഷ. അവസാന ലാപ്പിലേക്ക് എത്തുന്ന സമയത്ത് മോർ കോൺഫിഡൻസ് ആണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഒരു മാറ്റം വേണമെന്ന്. കണ്ട് പഴകിച്ച തുരുമ്പിച്ച അധ്യായങ്ങൾക്കൊരു മാറ്റം വന്നുകൊണ്ട് ഒരു പുതുതലമുറയിൽപ്പെട്ട ആളുകൾ വരട്ടെ, പുതിയ തലമുറ വരട്ടെ എന്നാണ് മൊത്തത്തിൽ എല്ലാവരുടെ ചിന്താഗതി. അത് ഈ വാർഡിലുമുണ്ട്. ഈ വാർഡ് വിഭജനം അല്ലെ, അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കോൺഗ്രസ് അനുകൂലമായി എത്തിയെന്നൊരു കണക്കൂട്ടലുണ്ടോ? 100%. അതായത് 3000 വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു വാർഡായിരുന്നു ഇത്. ആ സമയത്താണ് 3ാം സ്ഥാനത്തുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും 3000 വോട്ടും കൂടി ആഡ് ചെയ്ത് ഏകദേശം 6000 വോട്ടോളം ഉണ്ട്. 6000 വോട്ട് എന്ന് പറഞ്ഞാൽ 3000 വോട്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്വാധീനമുള്ള ഏറ്റവും നല്ല മേഖലകളാണ് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്ത്. അതുകൊണ്ട് തന്നെ 100% വിജയസാധ്യത കൂടുതലാണ്. ഇപ്പോൾ മുരളിയേട്ടൻ്റെ K മുരളീധരൻ്റെ വീട് നിൽക്കുന്ന ഭാഗം, അതേപോലെ തന്നെ MK മുനീർ സാഹിബിൻ്റെ വീട് നിൽക്കുന്ന ഭാഗം, അത്തരം ഭാഗങ്ങളാണ് ഇങ്ങോട്ട് കൂട്ടിച്ചേർത്ത്. അത് തന്നെയാണ് നമ്മുടെ കൂടുതൽ കോൺഫിഡൻസിന് കാരണം. അതായത് കോഴിക്കോട് ഒരു VIP വാർഡാണ് ചുരുക്കം.
100%. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ഞാൻ കണ്ട ചെറുപ്പക്കാർ വളരെ കുറവാണ്. പക്ഷേ പ്രായമുള്ള ആളുകളാണെങ്കിൽ പോലും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ കാണുന്ന ഒരു അപ്പർ ക്ലാസ് ഒരു സ്റ്റാൻഡേർഡ് ലെവലുള്ള ആളുകളെ, പ്രായമുള്ള ആളുകളെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കും. അത്തരം ആളുകളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. അത് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരുന്നത്. നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാരെ തിരഞ്ഞെടുക്കാനും വിദ്യാഭ്യാസമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനും ഇവർ തയ്യാറാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രൊഫഷണലി നിങ്ങൾ രാഷ്ട്രീയക്കാരനപ്പുറം ഒരു ഫാഷൻ ഡിസൈനർ അല്ലെങ്കിൽ അല്ലെ റാമ്പ് വാക്ക് ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആൾ കൂടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പുതിയൊരു എക്സ്പീരിയൻസും ആ ജോലിയും ഇതൊക്കെ ആയിട്ടുള്ളൊരു നടപ്പാണ് രണ്ടിലും അല്ലേ? അല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 15 വയസ്സ് തുടങ്ങിയതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ KSUയിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന. അപ്പം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമായി ജോലി എന്നുള്ള രീതിയിലാണ് ഫാഷൻ എന്ന് പറയുന്ന പ്രൊഫഷനെ തുടങ്ങിയത്. അത് സത്യത്തിൽ എനിക്ക് ഗുണം ചെയ്തത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന എല്ലാ വീടുകളിൽ ചെല്ലുമ്പോൾ എനിക്ക് പറയാൻ പറ്റും എൻ്റെ പ്രൊഫഷൻ ഇതാണ്, എനിക്കൊരു ജോലിയുണ്ട്, എൻ്റെ വരുമാന മാർഗം രാഷ്ട്രീയ പ്രവർത്തനമല്ലാന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ പറ്റും. വരുമാന മാർഗമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമേ അഴിമതി നടത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് 100% അതും ഗുണം ചെയ്യുന്നുണ്ട്. ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണെന്ന്. അതെ, ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എനിക്കൊരു പ്രൊഫഷൻ ഉണ്ട്, ഞാൻ ആ പ്രൊഫഷനിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നത്. എനിക്കൊരു ഓഫീസുണ്ട്, ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ പൊതുസേവനം മാത്രമാണ്, വരുമാനത്തിലുള്ള മാർഗമല്ല. ബാക്കിയുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ബാക്കിയുള്ള ആളുകൾക്ക് വരുമാന മാർഗം കൂടി പൊതുപ്രവർത്തനമാകുമ്പോഴാണ് എന്ത് വരുന്നത്, അഴിമതിയും എന്താ പറയുക, അവിടുന്ന് എന്തെങ്കിലും 10 രൂപ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പണ്ടൊക്കെ ഏതൊരു വാർഡിലുള്ള കോൺക്രീറ്റ് ചെയ്തതിൻ്റെ പണം എടുത്തുകൊണ്ട് വീടിൻ്റെ ടെറസ് നിർമ്മിച്ചതിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ചില കൗൺസിലർമാർ. അത്തരം കഥകൾ കേൾക്കുമ്പോൾ അത് ആവശ്യമില്ലാത്ത ആളാണ് ഞാൻ സ്വന്തം ജോലി ചെയ്യുന്നതിനെക്കൊണ്ട്. പുറത്തൊരുപാട് പ്രചാരണങ്ങളും വലിയ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വീടുകളിൽ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പൾസ് എങ്ങനെയാണ്? ഇതൊന്നും ഇല്ലാതെ ഈ വാർഡിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്, അതോ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരാറുണ്ടോ? എനിക്ക് ഇന്ന് വരെ ഒരു വീട്ടിൽ പോലും എന്താണെന്നല്ല, പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് കൃത്യമായി നോളേജ് ഉണ്ട് ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത്. ഇവിടെ ഇത് പ്രത്യേകിച്ച് വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. 2-3 അമ്പലങ്ങൾ കൂടി ചേർന്നിട്ടുള്ളൊരു മണ്ഡലമാണ് ഈ പറയുന്ന ഈ വാർഡ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് സ്വർണ്ണ കള്ളത്തരാണ്. അതായത് ശബരിമലയിലെ സ്വർണം കെട്ട ആളുകൾക്കെതിരെയുള്ള ഒരു വലിയ ജനവികാരമുണ്ട്. പിന്നെ 45 വർഷമായി ഒരേ ആളുകളെ കണ്ട് ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഇല്ലാത്ത നാടിനെ പറ്റിയിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നത്. അവരിലേക്ക് വേറെ എന്തൊക്കെ ചർച്ച കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അവർ ക്രിസ്റ്റൽ ക്ലിയറാണ്. ഓരോ വാർഡുകളിൽ ചെന്ന് നമ്മൾ ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴും അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളും വാർത്ത വായിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്കും നോളേജ് ഉണ്ട്, ഞങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്. മറ്റുള്ള ആൾക്കാരെ പോലെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, എന്തെങ്കിലും വാർത്ത കാണുമ്പോൾ അത് തൊടാതെ വിഴുങ്ങുന്ന ആളുകളാണ്. ഞങ്ങൾ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ ഇപ്പോൾ വരുന്നതെന്ന് കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. അല്ല, രാഹുലിൻ്റെ ആരും ചോദിച്ചിട്ടില്ല. 100% ഒരാളും ഇന്നുവരെ ചർച്ചയില്ല. അതൊന്നും ആരും ചർച്ച കൂടി ചെയ്യുന്നില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെയ്യുന്ന മോനെ, നിന്നെപ്പോലുള്ള പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾ വരട്ടെ, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കണ്ടും അടുത്ത് ഈ ആളുകളെ പുതിയ തലമുറ വരട്ടെ, ഇതാണ് ആളുകൾ പറയുന്നത്. അല്ലാത്ത വേറൊരാളല്ല. ഒരു മാറ്റം വേണ്ടേ എന്ന് ഒരു റെസീറ്റ് വാങ്ങിയിട്ട് ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അഭ്യർത്ഥന വാങ്ങി അമ്മമാരായിട്ടുള്ള ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു മാറ്റം വേണം, കുറേ ആയില്ലേ ഇത് എന്നുള്ള ചോദ്യം, അതന്നെ വലിയ പോസിറ്റീവാണ്. എന്തായാലും അതാണ് ഈ 3ാം സ്ഥാനത്തുള്ള ഡിവിഷനാണ്. അവിടെ നിന്നും 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. VIP വോട്ടർമാർ ഒരുപാടുള്ള ഒരു ഡിവിഷൻ കൂടിയാണ്. കൃത്യമായ വിജയം, തകർപ്പൻ വിജയം കരസ്ഥമാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയും കൂടെയുള്ളവരുമുള്ളത്. രാവിലെയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. രാവിലെയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇൻഡിഗോ വിമാന സർവീസ് അത് യാത്രക്കാർക്ക് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ രാജ്യമെമ്പാടുമായി 500-ലധികം സർവീസുകളാണ് ഇന്നലെ റദ്ദാക്കിയിട്ടുള്ളത്. ബംഗളൂരുവിലാണ് ഏറ്റവും കൂടുതൽ സർവീസുകൾ റദ്ദാക്കിയത്. 124 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തതോടെ പ്രധാന വിമാനത്താവളങ്ങളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. വിമാന നിരക്കുകൾ കുത്തനെ ഉയർന്നതിൽ പലരും സോഷ്യൽ മീഡിയയിൽ രോഷം പ്രകടിപ്പിച്ചു. ലക്നൌ വിമാനത്താവളത്തിൽ യാത്രക്കാർ തമ്മിൽ സംഘർഷവുമുണ്ടായി. ഇനി നമ്മൾ ശബരിമലയിലേക്കാണ് പോകുന്നത്. ശബരിമലയിൽ വീണ്ടും തിരക്കേറുകയാണ്. രാവിലെ 7 മണി വരെ 25,000-ലധികം തീർത്ഥാടകരാണ് മല കയറിയത്. ഇന്നലെ 99,967 പേർ ദർശനം നടത്തി. കഴിഞ്ഞ ദിവസത്തെ അധിക സുരക്ഷാ നിർദ്ദേശങ്ങൾ പിൻവലിച്ചതോടെ 18ാം പടി കയറാനുള്ള തിരക്കിൽ കുറവുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസങ്ങളായി അത്ര വലിയ തിരക്കൊന്നും സന്നിധാനത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും തിരക്ക് കൂടുകയാണല്ലേ?
ഗുഡ് മോർണിംഗ് അനുശ്രീ. ഇന്നും ഞായറാഴ്ചയാണ്. രാവിലെ തൊട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ തന്നെ അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 മണിയോടുകൂടി 25,000-ലധികം ഭക്തർ ദർശനം നടത്തി എന്നാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെറിയ രീതിയിലുള്ള ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. ബാബരി മസ്ജിദുമായി ചേർന്നിട്ടുള്ള ഈ ഒരു അത്തരത്തിലുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം നെയ്യഭിഷേകം നേരിട്ട് നടത്തുന്നതിന് ഭക്തർക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. ഇന്ന് ആ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചതോടുകൂടി ഇപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചതുകൊണ്ട് തന്നെ തിരക്കിൽ, അതായത് ഭക്തർ പെട്ടെന്ന് തന്നെ തൊഴുത് ഈ ഒരു അവരുടെ ഇത്തരത്തിലുള്ള നെയ്യഭിഷേകം അടക്കം നടത്തിക്കൊണ്ട് പെട്ടെന്ന്, അതായത് ശബരിമലയിൽ അധിക സമയം തുടരാതെ ദർശനം നടത്തി കഴിഞ്ഞ ഭക്തർ പെട്ടെന്ന് തന്നെ മലയിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സന്നിധാനത്തിൻ്റെ പരിസരത്തും അത്തരത്തിലുള്ള തിരക്ക് കുറവുണ്ട്. പക്ഷേ ഭക്തരുടെ ഒഴുക്കിൽ വലിയ കുറവില്ല. കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് ഭക്തരെ ദർശനത്തിനായി അകത്തേക്ക് കയറ്റുന്നത്. 18-ാം പടി കയറിയതിനു ശേഷവും ഗ്രൂപ്പുകളായി തിരിച്ചു നിർത്തി ക്യൂ കോംപ്ലക്സിൽ അടക്കം നിർത്തിയതിനു ശേഷമാണ് ദർശനത്തിനുള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. പതിവിലധികം, അതായത് കേരളത്തിൽ നിന്നല്ല അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ഒരു തിരക്കിനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസുകാരടക്കം അതിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മല ചവിട്ടുന്നതിൽ ചില ഭാഗങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഏറെക്കുറെ സുഗമമായിട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നിയന്ത്രണങ്ങൾക്കിടയിലും ഭക്തർക്ക് തിരക്കല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നമ്മളോടക്കം പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നും അത്തരത്തിൽ തന്നെയാണ്. എണ്ണം കൂടുന്നുണ്ടെങ്കിലും ഭക്തർക്ക് ആ ഒരു തിരക്കിൻ്റെ ബുദ്ധിമുട്ടല്ലാതെ മറ്റ് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും രാവിലെയും കാലാവസ്ഥ ഭക്തർക്ക് അനുകൂലമാണ്. വലിയൊരു തണുപ്പോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഒരു അധിക പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. 1 മിനിറ്റിൽ 18-ാം പടി കയറുന്നത് കഴിഞ്ഞ ദിവസം 80-ലധികമായിരുന്നു. ഇന്ന് രാവിലെ അതിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. 65-ഓളം ഭക്തരെയാണ് ഇപ്പോൾ 18-ാം പടി കയറാൻ കയറ്റി വിടുന്നത്. അത് ഗണ്യമായി ഇനി അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ഭക്തരെ കയറ്റി വിടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ ഒരു തിരക്ക്, അതായത് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കുറച്ചധികം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും 1,00,000-അടുത്തോളം 99,000-ലധികം ഭക്തർ മല ചവിട്ടിയിട്ടുണ്ട്. അതും കടുത്ത നിയന്ത്രണങ്ങളിടെയാണ്. ഈ ഒരു നെയ്യഭിഷേകം അടക്കം നടത്താൻ കഴിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇത്രയും വലിയ തിരക്ക്. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അത് മുൻകൂട്ടി കണ്ടുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പതിവ് തെറ്റാതെ അയ്യന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച അഗസ്ത്യാർകൂടം ഗോത്ര സംഘം. അഗസ്ത്യാർകൂടത്തിന്റെ മടിത്തട്ടിൽ നിന്ന് വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണി ഗോത്ര പ്രതിനിധികൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റാതെ ഇത്തവണയും മല ചവിട്ടി ദർശന സായുജ്യം നേടിയത്. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുചെറുതേനും ഈറ്റയിലും അരിച്ചൂരലിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കദളിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് അയ്യന് കാഴ്ചയർപ്പിച്ചത്. പരിസ്ഥിതി സൗഹൃദമായ തീർത്ഥാടനമെന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര നൽകുന്നത്. വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവയിലകളിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. തലച്ചുമടായാണ് ഇവ സന്നിധാനത്തെത്തിച്ചത്. സംഘനേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 കുട്ടികളും 14ഓളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം 3 KSRTC ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത്. അയ്യപ്പൻ എന്നു പേരുള്ള ഇരുകാലുകളുമില്ലാത്ത ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗസ്ത്യവനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എല്ലാ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നത്. കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യാത്ര. ന്യൂസ് 18 സന്നിധാനം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി വരികയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ദിലീപ് 8ാം പ്രതിയായ കേസിൽ ആണ് വിധി പറയുക. 7 വർഷവും 7 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കേസിലെ നിർണായക വിധി വരുന്നത്. 7 വർഷവും 7 മാസവും നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ നാളെ വിധി വരികയാണ്. കേസിൽ നടൻ ദിലീപാണ് 8ാം പ്രതി. ആ കേസിലായിരിക്കും നാളെ വിധി വരിക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേരളം കാത്തിരുന്ന ഒരു വിധി കൂടിയാണിത്. വിചാരണ നേരിട്ടത് 10 പേരായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, 7 വർഷവും 7 മാസവും നീണ്ട നിയമ പോരാട്ടം എന്ന് പറയുമ്പോൾ അത് അതിജീവിതയായ നടിയെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാരമായിരുന്നില്ല അല്ലേ?
തീർച്ചയായും ഒരിക്കലും അത് എളുപ്പമുള്ള ഒരു പോരാട്ടമായിരുന്നില്ല. കാരണം വലിയ രീതിയിൽ ഈ തിരിച്ചടികളും കാര്യങ്ങളും എല്ലാം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് പല സമയത്ത് ഇതിൽ ഉണ്ടായിരുന്നു എന്നതാണ്. പലപ്പോഴും അവർക്ക് തന്നെ കോടതിയെ സമീപിക്കേണ്ട കാര്യങ്ങളിലെല്ലാം തന്നെ വന്നു. പലതവണ ഹൈക്കോടതിയിലേക്കടക്കം എത്തുകയും ചെയ്തു. കാരണം അതിൽ ഈ അവരുടെ വാദങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്നതിലും എല്ലാം തന്നെ കോടതിയിലേക്കെല്ലാം തന്നെ പോകേണ്ട അവസ്ഥ വന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഹാഷ് വാല്യൂ തെളിവുകളുടെ ഒരു സംരക്ഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ആ തെളിവുകളാണെങ്കിൽ പോലും അതിന് എന്തു സംഭവിക്കുന്നു എന്ന വലിയ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ തെളിവ് നശിപ്പിക്കപ്പെടുമോ എന്ന ഒരു ആശങ്കകൾ ഉയർന്നിരുന്നു. അങ്ങനെ പല രീതിയിലും അവർക്കും കോടതിയെയും സമീപിക്കേണ്ട അവരുടെയും ഒരു പോരാട്ടം തന്നെയായിരുന്നു ആ നാളുകളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ നടിയെ ആക്രമിച്ച കേസ് പോലെ ഇത്രമേൽ ശ്രദ്ധിക്കപ്പെട്ട കേരളം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഈ സംഭവത്തിൽ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയ ഒരു സംഭവം ഈ വിചാരണ പോലെ നീണ്ടുപോകുമ്പോൾ തന്നെ അങ്ങനെയൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുന്ന സംശയം തന്നെയാണ്. ഏതായാലും അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്കെല്ലാം തന്നെ എത്തുകയാണ്. നാളെയാണ് ആ കേസിൽ അന്തിമ വിധിയിലേക്ക് വരുന്നത്. നാളെ പ്രാഥമികമായും ഇവിടെ നടക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇത് വാദം എല്ലാം തന്നെ പൂർത്തിയായി. അതിനുശേഷം നാളെ മുഴുവൻ പ്രതികളും ഹാജരാകണം. ഇതിൽ ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് ഇവരുടെ കുറ്റങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലാണ് പ്രാഥമികമായിട്ട് ഇവർ എന്തെല്ലാം ഈ 10 പ്രതികളുടെയും കുറ്റം ഇതാണ്, ഈ കുറ്റം തെളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ ജസ്റ്റിസായി ബന്ധപ്പെട്ട് അതിൽ വാദങ്ങൾ ഉണ്ടാകും. ഇവരുടെ കുറ്റങ്ങൾ ഏതൊക്കെയെന്ന് വ്യക്തമാക്കും. തുടർന്ന് അത് നിലനിൽക്കുമോ എന്നതിൽ ഇവരുടെ അഭിഭാഷകരുടെ വാദം പ്രോസിക്യൂഷനുമായിട്ട് കോടതിയിൽ തുടരും. ഇതിനു ശേഷമായിരിക്കും ഇവരുടെ ശിക്ഷാവിധി എന്നത്, ഈ കുറ്റം തെളിഞ്ഞു എന്നതിന് ശേഷമുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് പോകുന്നത്. അത് ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുൻപായിട്ട് ഈ കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങളിൽ മേലുള്ള വാദം പൂർത്തിയായാൽ ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഒരു വിധി പ്രസ്താവത്തിലേക്ക് അടക്കം കടക്കാനുള്ളൊരു സാധ്യതയാണ് നാളെ ഉള്ളത്. നാളെ കൊണ്ട് തന്നെ ഇത് വിധി പ്രസ്താവത്തിലേക്ക് അടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും മറ്റെന്തെങ്കിലും ഒരു സാങ്കേതികപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിധി പ്രസ്താവം വേറൊരു ദിവസത്തേക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളൂ. നാളെ കൊണ്ട് തന്നെ വിധിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദിലീപ് 10 പ്രതികളുള്ള കേസിൽ ദിലീപ് 8ാം പ്രതിയാണ്. ഗൂഢാലോചനയാണ് ദിലീപിൽ ചുമത്തിയിരിക്കുന്നത്. ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നതെല്ലാം നാളെയാണ് അതിൽ വ്യക്തമാകുക. ഏതായാലും കുറ്റം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുഴുവൻ പ്രതികൾക്കും ഏതാണ്ട് ഈ ശിക്ഷ ഒരേപോലെ ലഭിക്കുന്നൊരു സാഹചര്യം തന്നെയെല്ലാം നിലവിലുണ്ട് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കേസ് വളരെ പ്രമാദമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം ഫെബ്രുവരി 7 വർഷത്തിന് മുമ്പ് ഈ സംഭവം നടക്കുമ്പോൾ, ഫെബ്രുവരി 17 സംഭവം നടക്കുമ്പോൾ അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് ആദ്യഘട്ടത്തിൽ ഒരു സംശയത്തിൻ്റെ നിഴലിലല്ലായിരുന്ന ദിലീപ് പിന്നീട് ഇതിലേക്ക് വന്നെത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രതികൾ ഓരോരുത്തരായി അറസ്റ്റിലാകുമ്പോൾ അതിൽ ഒരു കൊട്ടേഷൻ എന്ന രീതിയിലേക്ക് പിന്നീട് പോലീസിന് കാര്യങ്ങൾ വ്യക്തമാകുന്നു. പൾസർ സുനിയെ കോടതി മുറിയിലേക്ക് കീഴടങ്ങാൻ എത്തുമ്പോൾ തന്നെ പോലീസിനെ കീഴ്പ്പെടുത്താനായത് ഈ കേസിലെ ഏറ്റവും നിർണായകമായൊരു നീക്കമായിട്ട് തന്നെയാണ് പോലീസിനെ അതിൽ വിലയിരുത്തുന്നത്. അത് കോടതി വരാന്തയിൽ നിന്ന് പിന്നീട് അകത്തേക്ക് കയറുമ്പോൾ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. നമ്മൾ ആ രംഗങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. അത് വളരെ നിർണായകമായ ഒരു ഇടപെടൽ ആയിരുന്നു. അത് പിന്നീട് ഇങ്ങോട്ടായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലടക്കം നീങ്ങുമ്പോഴാണ് ദിലീപ് ഈ കേസിൻ്റെ ഭാഗമാകുന്നത്. ദിലീപ് തന്നെ പിന്നീട് ഈ മണിക്കൂറുകൾ നീണ്ട 13 മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലേക്ക് അടക്കം, അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലടക്കം നേരിടേണ്ടി വരുന്നു. ഇതിനൊടുവിലാണ് പിന്നീട് ദിലീപിൻ്റെ അറസ്റ്റ് ഈ കേസിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. 3 മാസത്തോളം നീണ്ട ഒരു കാലയളവ് ഇതിൽ ജയിലിലേക്കടക്കം നീങ്ങുന്നു. അതിനുശേഷമാണ് ദിലീപിന് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഇതിൽ ഇളവ് നൽകുന്ന, ജാമ്യം നേടുന്നതെല്ലാം തന്നെ ഉണ്ടായത്. ഏതായാലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസിൻ്റെ ഒരു അന്തിമ വിധിയിലേക്കാണ് നാളെ നീങ്ങുന്നത്. ശരി, കേരളം കാത്തിരുന്ന നടിയെ ആക്രമിച്ച കേസിലെ വിധി അങ്ങനെ നാളെ വരികയാണ്. ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, മലക്കപ്പാറ റോഡിൽ സ്ഥാനാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. കോൺഗ്രസിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജൂവിൻ കല്ലേലിയും സംഘവും സഞ്ചരിച്ച കാറുകൾക്ക് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു. KM പോൾസൺ കാറിൽ നിന്നും ഇറങ്ങി ഓടി. പോൾസന്റെ പുറകെ പാഞ്ഞ കാട്ടാന റോഡരികിലെ കുഴിയിൽ വീണതിനാൽ പോൾസൺ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റോഡിൽ വീണ പോൾസന്റെ കൈകൾക്കും കാലിനും പരിക്കുണ്ട്.
രാവിലെയിൽ ഇനി നമ്മൾ പോകുന്നത് രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. ഇന്ന് വിവാഹിതരാകുന്ന കരുനാഗപ്പള്ളി സ്വദേശികളായ ശരത്തിനും രേവതിക്കും ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. 1000 വർഷക്കാലം ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ ശരത്തിനും രേവതിക്കും സാധിക്കട്ടെ. വിവാഹാശംസകൾ നേരുകയാണ് ഇരുവർക്കും. തിരുവനന്തപുരം മേലാറ്റിങ്ങൽ സ്വദേശികളായ കിരണിന്റെയും ഗോപികയുടെയും വിവാഹമാണെന്ന് ആശംസകൾ അറിയിക്കുന്നത് ലച്ചുവും ശ്രുതിയുമാണ്. കിരണിനും ഗോപികയ്ക്കും ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും വിവാഹാശംസകൾ നേരുകയാണ്. അങ്ങനെ രാവിലെയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പട്രോൾ. നമസ്കാരം.